ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കൊച്ചിൻ മെഡിക്കൽ കോളേജിൽ നിന്നും വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം വീടിന്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4,200 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു കൊളോണിയൽ സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം 4 കിലോമീറ്ററാണ്. കൂടാതെ കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും വിദ്യോദയ സ്കൂളിലേക്ക് 1 കിലോമീറ്ററുമാണ് വരുന്നത്. കിൻഫ്ര, ഗെയിൽ, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇവയെല്ലാം ഈ വീടിന്റെ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാണ് ഈ വീട് വരുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു വലിയ SUV കാർ നമുക്കിവിടെ സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീടിന്റെ മുന്നായി നമുക്ക് ലഭിക്കുന്നുണ്ട്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഇരുവശങ്ങളിലായി ടൈലുകൾ പാവി സുഖമായി നടക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെ ഫിനിഷ് ചെയ്തിരിക്കുന്ന ചെറിയൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കാണാം. സിറ്റ് ഔട്ടിൽ വരുന്ന തൂണുകൾക്ക് നല്ലൊരു ടെക്സ്ചർ ഡിസൈനും നൽകിയിട്ടുണ്ട്. സ്റ്റീൽ ബീഡിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഇരുപാളികളായി നിർമ്മിച്ച നല്ലൊരു മെയിൻ ഡോർ നമുക്കിവിടെ കാണാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. മൾട്ടിവുഡിൽ തീർത്ത ഒരു പാർട്ടീഷൻ വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. വലിയ സൈസിലൊരു സോഫ സെറ്റ് തന്നെ ഇവിടെ നമുക്ക് സുഖമായി ഇടാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിലായി വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നല്ലൊരു സീലിംഗ് വർക്കും ഈ ലിവിംഗ് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഇവിടെ ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ലുക്കിൽ തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിനോട് തൊട്ട് ചേർന്ന് തന്നെ ഇവിടെ ഒരു സ്റ്റഡി ടേബിളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്കിവിടെ കാണാം. നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു പാർട്ടീഷൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുഴുവനായി LED ലൈറ്റൊക്കെ കൊടുത്ത് അലങ്കരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൺ കബോർഡ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു സീലിംഗ് വർക്കും ഈ വീടിന്റെ കിച്ചണിൽ നമുക്ക് കാണാം. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചന് പുറമേ ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടി ബിൽഡർ ആഡ് ഓൺ ചെയ്തെടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗവും മുകൾ ഭാഗവും എല്ലാം പൂർണ്ണമായി കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 10 അടി നീളവും 8 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 2 പാളികളുള്ള ഒരു ചെറിയ വാർഡ്രോബ് ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ റൂമും ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം. മുഴുവനായി ഗ്രാനൈറ്റിൽ തന്നെയാണ് ഇവിടെ സ്റ്റെയറുകൾ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടൊരു ലിവിംഗ് ഏരിയയാണ്. നീളമേറിയ അപ്പർ ലിവിംഗ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി ഇവിടെ ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റിന്റെ എതിർവശത്തായി ബിൽഡർ ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഷീറ്റുകൾ ഉപയോഗിക്കാതെ വാർത്ത് തന്നെയാണ് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റും ഈ യൂട്ടിലിറ്റി ഏരിയയിൽ നമുക്ക് കാണാം. ഇവിടെ നിന്ന് തന്നെയാണ് ഈ വീടിന്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസും നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 16 അടിയോളം നീളത്തിൽ വരുന്ന വളരെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്.
നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാനത്തെ ബെഡ്റൂമായ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. നല്ലൊരു സീലിംഗ് വർക്കോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ നൽകിയിരിക്കുന്ന 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിലും കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം നീളമേറിയ ഒരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടഫൺ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റെയിൽ കൊടുത്താണ് ഇവിടെ ബാൽക്കണി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4,200 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.